വിഷ്ണു ചിറ്റപ്പനാടാ ഉപേന്ദ്രൻ. ചിറ്റപ്പനോ? പിന്നല്ലാതെ. ഇത് എപ്പോഴാ നാട്ടിലെത്തി? താമസം വിദേശത്താണെങ്കിലും ഒരാവശ്യം വന്നാൽ നാട്ടിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തിയാ എന്റെ ചേട്ടന് ചേട്ടത്തിയൊക്കെ? അച്ഛൻ കുറെ നാളായിട്ടാണ് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല, അറിയാലോ. ആ, ഞാൻ ഓർക്കുന്നു. ഇടയ്ക്ക് എപ്പോഴോ വിളിച്ചപ്പോഴ് ഹോസ്പിറ്റലോ മറ്റോ ആണെന്ന് പറയുണ്ടായി. മെഡിസിൻസ് ഒക്കെ എപ്പോഴും ഉണ്ടോ? ആ, ഇപ്പോൾ ആയുർവേദം നോക്കുന്നുണ്ട്. പിന്നെ മുമ്പത്തെക്കാട്ടും കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഓ, ചിറ്റപ്പം വാ. ആ. അച്ഛാ, ആരാ വന്നിരിക്കണ നോക്കി? ഉപേന്ദ്രൻ. ചിറ്റപ്പം ഒരു ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? എന്താ ഉപേന്ദ്ര നീ പറയുന്നേ? നീ എവിടെ പോയി കാശുണ്ടാക്കിയാലും എത്ര വില കൂടിയ കോട്ടിട്ടാലും നീ മൂലം പല സ്ഥലത്തൊന്നും തല്ലുകൊണ്ടിട്ടുള്ള എനിക്ക് അത്ര വേഗം നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ആ, എന്തായാലും നീ ഇരിക്ക്. അല്ല, നിനക്ക് മലേഷ്യക്ക് അങ്ങ് മടുത്തോ? ഒടുവിൽ ഭേദം നമ്മുടെ നാട് തന്നെയാണെന്ന് മനസ്സിലായോ? ഓ ഇല്ല ഏട്ടാ, ഫാമിലിയൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാ. എനിക്കവിടെ ഇപ്പോ ഫർണിച്ചറിന്റെ ബിസിനസ്സാ. വുഡിൽ തീർത്ത എല്ലാ ഐറ്റംസും സെയിലിനുണ്ട്. എല്ലാ ഫോറിൻ കൺട്രീസിലും ബ്രാഞ്ചസും ഉണ്ട്. ഇല്ലാത്തത് ഇവിടെ മാത്രമാ, ഇന്ത്യയും. അതുകൊണ്ട് നമ്മുടെ ജന്മനാട്ടിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാനുള്ള ആലോചനയുമായിട്ട് ഇറങ്ങിയതാ. ഏട്ടത്തി, ഉപേന്ദ്രനോ? അതെ. ഇതെന്താ ഇപ്പൊ ഇവിടെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? കാര്യമുണ്ട്, വിശദമായി പറയാം. ആയിക്കോട്ടെ. ഉപേന്ദ്ര, ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? രാഘവേട്ടന് വേണ്ടി എടുത്തതാ, മധുരം കുറച്ചാ ഇട്ടേക്കുന്നേ. അതിനെന്താ ഏട്ടത്തി? ഏട്ടത്തിയുടെ കൈ കൊണ്ട് എന്തെങ്കിലും തന്നാ ഞാൻ വേണ്ടെന്ന് പറയൂ. ഇങ്ങനെയൊക്കെ അത് നീ പറയല്ലെന്ന് എനിക്കറിയാം. നീ കെട്ടാൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണിനെ ഞാൻ അടിച്ചെടുത്തതിൽ അല്ല, നിനക്ക് പണ്ടേ ചെറിയ പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ആ മുഷ്ടിലൊക്കെ ഇപ്പം മാറിക്കാണൂല്ലോ അല്ലേ? അതൊക്കെ കഴിഞ്ഞു പോയ കഥകളല്ലേ ഏട്ടാ. വർഷങ്ങൾ എത്ര കഴിഞ്ഞു. ഏട്ടത്തി കേട്ടോ, ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് വലിയൊരു ബിസിനസ് ഓഫറുമായിട്ടാണ്. എനിക്ക് ഇവിടെ അത് നടത്തിക്കൊണ്ടുപോകാൻ ഒരാൾ വേണം. അങ്ങനെ ചിന്തിച്ചപ്പോ ഈ വിഷ്ണുവിന്റെ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നു. എന്താ വിഷ്ണു, ഒരു വർക്കിംഗ് പാർട്ട്ണറായിട്ട് നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ? എന്താ വിഷ്ണു ഒന്നും പറയാത്തേ? അത് ചിറ്റപ്പ, എനിക്കങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ല ഇപ്പോ.
പിന്നെ നേരെ വാ നേരെ പോ, അതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് എന്നെ വിട്ടേക്കിച്ചിട്ടപ്പാ, ഞാനില്ല. പിന്നെ അതുമാത്രമല്ല, ഇതുപോലത്തെ ബിസിനസ് ഒന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവില്ല, അതുകൊണ്ടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒരുപാട് പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ നിരാശനാക്കി കളഞ്ഞല്ലോ ഏട്ടത്തി. അത് നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. ഉപേന്ദ്രന് ഒരാളെ കിട്ടിയ പോരെ? ഇവിടെ വിഷ്ണുവിനൊപ്പം വീട്ടിൽ ഒരാളും കൂടി ഉണ്ട്, രോഹിത്. രോഹിത്? രോഹിത്തിനെ തരാം. അവന് ഇവിടുത്തെ ഇപ്പോ ഹോട്ടൽ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നത്. നല്ലൊരു ബിസിനസ്സുകാരനാകാനുള്ള പ്രാപ്തി അവനുണ്ട്. ഏട്ടത്തിക്ക് അറിയാമല്ലോ, ഒരിടത്തും ഉറച്ചു നിൽക്കുന്ന ഒരാളല്ല ഞാൻ. ഇവിടെ ചിലപ്പോ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങി വെച്ചിട്ട് നാളെ തന്നെ മലേഷ്യയിലേക്ക് പറന്നൊന്നും വരാം. അങ്ങനെ വരുമ്പോ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നോക്കി നടത്തുക തന്നെ വേണം. അത് നമ്മുടെ ചോരയാവുമ്പോ ആ ആത്മാർത്ഥത നമ്മളോട് കാണിക്കുമല്ലോ. ഉപേന്ദ്ര, രോഹിത്തിനെ ഞാൻ എന്റെ മകനായിട്ട് തന്നെ വളർത്തുന്നത്. അവനൊരു കരപറ്റി കാണാനുള്ള ആഗ്രഹവും എനിക്കുണ്ട്. ഉപേന്ദ്രനെ പോലെ ഒരാളിന്റെ ഒപ്പമാണെങ്കിൽ ഇതിൽ പരം വേറൊരു സന്തോഷമില്ലല്ലോ. ഇപ്പൊ അവൻ ഹോട്ടലിന്റെ ആവശ്യത്തിനായി പുറത്തു പോയിരിക്കുക, അല്ലെങ്കിൽ പരിചയപ്പെടുത്തായിരുന്നു. ശ്യാമേ, ഇങ്ങ് വന്നേ. ദേ, ഇത് ശ്യാമ, അവന്റെ ഭാര്യ. ഓ, നാളെ ഇവരുടെ വിവാഹ വാർഷിക. ഉപേന്ദ്രൻ വരണം. അപ്പൊ ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യാലോ. ഞാനേ ആദ്യം ഒന്ന് നിൽക്കാനുള്ള സെറ്റപ്പ് ചെയ്യട്ടെ, അതിനുശേഷം എപ്പോ വേണമെങ്കിലും എനിക്കിവിടെ വരാമല്ലോ. അല്ല, ഇവിടെ നീ ഫർണിച്ചർ ബിസിനസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? അതെ ചേട്ടാ, പക്ഷെ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിന്റെ മെറ്റീരിയൽ സംഘടിപ്പിക്കുക എന്നതാണ്. അതിനാദ്യം ഗവൺമെന്റിന്റെ അനുവാദത്തോടെ ഫോറസ്റ്റിൽ നിന്നും മരം മുറിക്കുന്നതിനുള്ള അനുമതി വേണം. അതിന് ഏട്ടത്തിയുടെ വ്യക്തിബന്ധം വെച്ച് അതിനുള്ള ലൈസൻസ് എനിക്ക് റെഡിയാക്കി എടുക്കണം. അതിനും കൂടി ആയിട്ടാ എന്റെ ഈ വരവ്. അപ്പോ ചുമ്മാതെ ഏട്ടനെയും ഏട്ടത്തെയും കാണാൻ ഇറങ്ങിയതല്ല, ഒരു വലിയ കോളിനായി ചെറിയൊരു ചൂണ്ടായിട്ട് ഇറങ്ങിയതാ. അതിനാ നീ ആദ്യം വിഷ്ണുവിനെ കൂട്ടുപിടിച്ചത് അല്ലേ? അത് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞതാ ഏട്ടാ. എനിക്കിവിടെ വേറെ ആരെയും പരിചയമില്ലല്ലോ. വിഷ്ണുവിനെ എന്നെ അറിയില്ല. പറഞ്ഞു കേട്ടുള്ള അറിവൊക്കെ തന്നെയല്ലേ അവനുള്ളൂ, അല്ലേടാ? കണ്ടില്ലേ? ആ സ്ഥിതിക്ക് ഇവിടെ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ എനിക്ക് ഇവിടെ ഉള്ളവർ തന്നെ വേണം. ഞാനും വിചാരിക്കുമായിരുന്നേ, 10-15 വർഷത്തിന് ശേഷമേ നിനക്കെന്താ പെട്ടെന്നൊരു ചേട്ട സ്നേഹം കയറിയതെന്നേ. അല്ല, അത് പിന്നെ ഏട്ടാ. അതെ ചിറ്റപ്പ, ഇനിയിപ്പോ കുറച്ചു ദിവസം എന്തായാലും നാട്ടിലുണ്ടാവുമല്ലോ ഇവിടെ, അപ്പൊ നമുക്ക് കാണാം. പിന്നെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ വിഷ്ണു, അടുത്ത ദിവസം വരുമ്പോ നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാ. ഓ ആയിക്കോട്ടെ. ശരി അച്ഛാ, ഞാൻ പോയിട്ട് വരാം. കേറുന്നില്ലേ? ആ കേറാം. രോഹിത്തും കൂടി ഇപ്പൊ ഇവിടെ വേണ്ടതായിരുന്നു. എങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഇന്ന് തന്നെ ഒരു തീർപ്പുണ്ടായേനെ. അത് തന്നെ ഞാനും ഇപ്പൊ ആലോചിച്ചത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്യാം. ഈ ബിസിനസ് ഇവിടെ സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരും. എത്ര നാളായേട്ടാ അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, മടുത്തു തുടങ്ങി. ഒന്നുമില്ലെങ്കിലും അവസാന കാലത്തെങ്കിലും വേണ്ടപ്പെട്ടവരോടൊത്ത് കഴിയാമല്ലോ. എടാ, അങ്ങനെയുള്ള ചിന്തയൊന്നും ഇപ്പൊ ആർക്കും ഇല്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും കാശുകൾ ഉണ്ടാക്കണം. അതിനെന്ത് വഴികൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കുകയും ചെയ്യും. നീ തന്നെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കട്ടാ ഇവിടുന്ന് പോയത്? അതിന്റെ ബാധ്യതകൾ മുഴുവൻ തീർത്തത്
ഈ ഞാനും. അങ്ങനെ അന്ന് പോയതുകൊണ്ട് നഷ്ടമൊന്നും വന്നില്ലല്ലോ ഏട്ടാ. ഇട്ടുകൂടാനുള്ള പണം ഞാൻ ഉണ്ടാക്കിയില്ലേ. പക്ഷെ ഇനി എന്റെ ലക്ഷ്യം ഇവിടെ നമ്മുടെ സ്വന്തം മണ്ണില് വേരുറപ്പിക്കുക എന്നതാണ്. അതിന് ഏട്ടനെ എടുത്ത് എന്നോടൊപ്പം നിന്ന് തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഉപേന്ദ്രൻ ധൈര്യമായിട്ട് കാര്യങ്ങൾ നീക്കിക്കോളൂ, ഞങ്ങളുണ്ട് കൂടെ. ഒപ്പം ഞങ്ങളുടെ രോഹിത്തിനെ കൂടെ കൂട്ടിയാൽ മതി. എന്താ സംശയം? അതൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നടക്കും, ഉറപ്പ്. ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് വലിയൊരു ബിസിനസ് ഓഫറുമായിട്ടാണ്. എനിക്ക് ഇവിടെ അത് നടത്തിക്കൊണ്ടുപോകാൻ ഒരാൾ വേണം. ഒരു വർക്കിംഗ് പാർട്ട്ണറായിട്ട് നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ? നാളെ വരണം. നീ പറഞ്ഞതുപോലെ കളക്ടർ ശാലിനിയായിട്ടല്ല, സത്യഭാമിയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യയായ ശാലിനി വിഷ്ണുവായി. വീണ്ടും മനസ്സിലെ സ്വപ്നങ്ങൾ നിറയ്ക്കുക. സത്യമ്മ എന്നെയും സത്യയും വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം സത്യ അവരെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ വിഷ്ണുവേട്ടന് വേണ്ടി അവരെ അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സത്യാമ്മയുടെ ഈ മനമാറ്റത്തിന് അതിന് പിന്നിൽ തീർച്ചയായിട്ടും ശാരദാമ്മയുടെ ദൈവങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ടാവും. ഇല്ലെങ്കിൽ ഇത്ര വേഗം സത്യാമ്മയുടെ മനസ്സ് മാറില്ല. ഹലോ, നീ വളരെ ഹാപ്പിയാണെന്ന് എനിക്കറിയാം. അമ്മായിയമ്മ സ്നേഹം തുളുമ്പുന്ന ഭാഷയിൽ തേനൂറുന്ന വാക്കുകളിലൂടെ അനിയത്തിയുടെ വെഡിങ് ആനിവേഴ്സറി വിളിച്ചിട്ട് പോയിരിക്കല്ലേ. ഇനി ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. നീ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മനസമാധാനത്തോടെ ഒരു ഗ്ലാസ് വെള്ളം പോലും നിന്നെ കൊണ്ട് ഞാൻ അവിടുന്ന് കുടിപ്പിക്കില്ല. അവിടെ നീ നിൽക്കുന്ന ഓരോ നിമിഷവും നിന്റെ ഉള്ളിൽ ഞാൻ തീർക്കുന്ന പെരുമ്പറ മേളം ഉണ്ടാവും. ഭയത്തിന്റെ, ടെൻഷന്റെ, ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥയിൽ നീ നിന്നുരുകും. ആ അവസ്ഥയിൽ നിന്നെ ഞാൻ എത്തിക്കും. പപ്പി നിന്റെ മകളാണെന്ന സത്യം സത്യഭാമ അറിഞ്ഞാൽ നിന്റെ അനിയത്തി ശ്യാമയുടെ ജീവിതം വെഡിങ് ആനിവേഴ്സറിയോടുകൂടി അവസാനിക്കും. അടുത്ത ആനിവേഴ്സറിക്ക് അവക്ക് ശാരദാമ്മയുടെ അടുക്കള ചായ്പിലിരുന്ന് സാമ്പാറിന്റെ കഷ്ണങ്ങൾ അരിഞ്ഞോണ്ട് കഴിഞ്ഞ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി അയവിറക്കാം. സത്യഭാമ പറയുന്നതിനപ്പുറം രോഹിത്തിന് മറ്റൊരു വാക്കും ലൈഫും ഇല്ല എന്നുള്ള സത്യം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ഇനി നീ തീരുമാനിക്ക, സത്യഭാമ ആ സത്യം അറിയണോ വേണ്ടയോ എന്ന്. സത്യാമ്മ ഇത് അറിയാതിരിക്കാൻ വേണ്ടി നീ മനസ്സിൽ കണക്കൂട്ടി വെച്ചിരിക്കുന്ന തുക എത്രയാ? അപ്പോ കളികളെല്ലാം നീ പഠിച്ചു. ആള് സ്ട്രെയിറ്റ് ഫോർവേഡായി. വിചാരിക്കുന്ന നിമിഷം തന്നെ കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും ഉണ്ടായി. സിവിൽ സർവീസ് പരീക്ഷ എഴുതിയതുകൊണ്ട് ഗുണമുണ്ടായി. പട്ടിണി എടുക്കേണ്ടി വരില്ല. തുകയുടെ വലിപ്പം പറഞ്ഞില്ല. 10 ലക്ഷം രൂപ, 10 lakhs. അതും അഡ്വാൻസ് ആയിട്ട്. ഇത് കാശിന് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല. എന്റെ കയ്യിലുള്ള ബോംബിന് എത്ര മൂല്യമുണ്ടെന്ന് നിന്നെ ഒന്ന് അറിയിക്കണ്ടേ. വിത്തിൻ an hour, 1 മണിക്കൂറിനുള്ളിൽ പണം എന്റെ കൈ കിട്ടണം. സ്ഥലം ഗാന്ധി സ്ക്വയർ. പണത്തിന്റെ ഇടപാടല്ലേ, അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ സമക്ഷത്ത് തന്നെ ആവട്ടെ ഡീലിംഗ്. ഓക്കെ. പിന്നെ ആദ്യമിടുക്ക് കാണിക്കരുത്. കളക്ടറുടെ പവർ കാണിക്കാനായിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് നീ കാണിച്ച അറിയാലോ, ഉടപ്പിറന്നവളുടെ ഭാവി കോഞ്ഞാട്ടയാവും. ഇല്ല, പക്ഷേ പണം വാങ്ങിയിട്ട് തിരിഞ്ഞു കൊത്തുന്ന സ്വഭാവം കാണിക്കരുത്. ആ, അക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. എങ്കിൽ പണവുമായിട്ട് ഞാൻ വന്നിരിക്കും.
ഹലോ മാഡം. ആ അനു, ഒരു 10 ലക്ഷം രൂപ ഒരാൾക്ക് കൈമാറാനുണ്ട്. കാര്യങ്ങൾ രഹസ്യമായിരിക്കണം. ഓക്കെ മാഡം, ഐ വിൽ മാനേജ് ഇറ്റ്. അമ്മേ, അമ്മയുടെ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി 14-നാണല്ലേ? ഇതാര് പറഞ്ഞു? ശരിയല്ലേ? ശരിയാണ്. പക്ഷെ മോൾ എങ്ങനെ ഇതറിഞ്ഞു? എന്നോട് അച്ഛൻ പറഞ്ഞു. അച്ഛനോ? അതെ, എന്റെ അച്ഛൻ തന്നെ. ഡേറ്റ് കൃത്യല്ലേ? അപ്പൊ പിന്നെ അച്ഛൻ പറയുന്ന എല്ലാം സത്യമാണല്ലോ. മോള് ഫോണും തന്നെ നോക്കട്ടെ. നമ്പർ ഇല്ല. അച്ഛനെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. ഇനി അച്ഛൻ വിളിക്കുമ്പോ മോൾ അമ്മയ്ക്ക് തരണേ. എന്തിനാ? എന്നിങ്ങനെ വിളിക്കുന്നതിന് വഴക്കു പറയാനാണോ? അമ്മയ്ക്ക് സംസാരിക്കാനാ. കുറച്ച് കാര്യങ്ങള് അമ്മയ്ക്കും ചോദിക്കാനുണ്ട്. ശരി, പക്ഷെ അച്ഛനെ വഴക്കു പറയരുത്. ഇല്ല, വഴക്ക് പറയില്ല. എങ്കിൽ ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അച്ഛൻ സമ്മതിച്ചാ ഞാൻ അമ്മയ്ക്ക് തരാം. ഇതാരുടെ മാലയാ? അച്ഛന്റെ അല്ലേ? അച്ഛൻ വരുമ്പോ നമുക്ക് തിരിച്ചു കൊടുക്കണം കേട്ടോ. ഉമ്മ. മോളെ, സത്യമോളെ. ദാ വരുന്നു. ഇപ്പൊ വരാവേ. എന്നാ അമ്മേ. ഹലോ, പറയൂ മാഡം. ഞാനൊരു നമ്പർ തരാം. അതിൽ വരുന്ന കോളിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയണം. ഓക്കെ മാഡം, ഡീറ്റെയിൽസ് അയച്ചോളൂ. ഉടനെ തന്നെ വേണ്ടത് ചെയ്തോളാം. ശരി. ഇനി വരുന്ന ഓരോ കോൾസും ചെക്ക് ചെയ്യണം. ഓക്കെ മാഡം. ആരാണെങ്കിലും വെളിച്ചത്ത് വന്നേ ഒക്കൂ. ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്റെ കയ്യിൽ നിന്ന് ഒഴുക്കിയ കാശിന് കൈയും കണക്കുമില്ല. അത് കുറച്ചെങ്കിലും തിരിച്ചു പിടിക്കണ്ടേ? ഇനിയുള്ള ശാലിനിക്കെതിരെയുള്ള കളികൾക്ക് അവളെ കൊണ്ട് തന്നെ, അവളുടെ പണം ഉപയോഗിച്ച് തന്നെ പണി കൊടുക്കണം. വരുന്നുണ്ട്. നീ ഇനി മുതൽ എന്റെ വിരൽത്തുമ്പിലെ കളിപ്പാവയാ ശാലിനി. ഞാൻ ഈ രഹസ്യം വെച്ച് നിന്നെ മാക്സിമം ഊറ്റും. ഊറ്റി ഒടുവിൽ ചണ്ടി പോലെ വലിച്ചെറിയും. ഒരു കളക്ടർ വന്നേക്കുന്നു. ഇന്ന് നീ എനിക്ക് 10 ലക്ഷം തന്നാ നാളെ നീ എനിക്ക് 20 തരും. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നീ കൊണ്ടുവന്ന് തരും. ആ അവസ്ഥയിലാക്കും ഞാൻ നിന്നെ.
പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. തരുന്നത് കളക്ടർ ആയതുകൊണ്ട് എണ്ണി നോക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ തരുന്നതിന് മുമ്പ് എനിക്ക് നീ ആരാണെന്ന് അറിയണം. ആ അത് വേണ്ട.